വേടന്റെ ന്യൂസ് വേടൻ വേടന്റെ ന്യൂസ് കേട്ടായിരുന്നു. അപ്പൊ ആളെ സപ്പോർട്ട് ചെയ്യണോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യും? നിങ്ങൾ ആരുടെ കൂടെ? ഞങ്ങൾ വേടൻ. ഞാനും വേടൻ. അത്രേ അല്ല, ആള് ലഹരിയൊക്കെ ഉപയോഗിക്കണേ. അപ്പൊ അത് അവരുടെ ഇഷ്ടമല്ലേ ലഹരി ഉപയോഗിക്കണോ വേണ്ടെന്നുള്ളത് അല്ലേ? നമ്മളെന്തിനാ നോക്കണേ? അല്ല, അത് നെഗറ്റീവ് അല്ലേ? ലഹരി ഉപയോഗിക്കുന്നതോ? അവരുടെ ഇഷ്ടമല്ലേ അതൊക്കെ? അത് അവരുടെ വേണമെങ്കിൽ ചെയ്തോട്ടെ. സമൂഹത്തിൽ മാതൃകയാക്കുന്ന ഒരാളല്ലേ? വേണ്ടോ? ഒരുപാട് പിള്ളേരൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. പിള്ളേര് ഫോളോ ചെയ്യുന്നുണ്ട് ആളെ. പിള്ളേർക്ക് ഇപ്പൊ നമ്മളൊരാൾ നിർബന്ധിച്ചൊന്നും കഴിപ്പിക്കത്തില്ലല്ലോ. പിള്ളേർക്ക് ആഗ്രഹം പിള്ളേർ കഴിക്കും. പുള്ളിക്കാരന് ആഗ്രഹം പുള്ളി കഴിക്കും. അത്രേ നമുക്ക് നന്നാവണമെന്ന് തീരുമാനിച്ചാൽ നമുക്ക് നന്നാവാം അല്ലേ? അത്രേ ഉള്ളൂ. വേടൻ്റെ ഇഷ്യൂ വന്ന സമയത്ത് എല്ലാവരും വേടനെ സപ്പോർട്ട് ചെയ്ത് കുറച്ച് പേരുണ്ടായിരുന്നു, അല്ലാതെ സപ്പോർട്ട് ചെയ്യാത്തവരും കുറേ പേരുണ്ടായിരുന്നു. അതിനകത്ത് മെയിനായിട്ട് ഒരു കാര്യം വേടൻ ഉപയോഗിച്ച ലഹരിയുടെ വിഷയമാണ്. അതിൻ്റെ പേരിൽ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് വേടന് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറേയധികം കുട്ടികൾ വരെ വേടനെ ഫോളോ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളും കാര്യങ്ങളും വരാമെന്നുള്ളൊരു കാര്യം എല്ലാവരും മീഡിയാസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവസാനം ജാമ്യം കിട്ടിയ സമയത്ത് വേടൻ വെളിയിലിറങ്ങി വന്നിട്ട് പറഞ്ഞൊരു കാര്യം, ഞാൻ ചെയ്ത തെറ്റാണ്, കുട്ടികളൊന്നും എന്നെ കണ്ട് പഠിക്കരുത്, ഈ കാര്യം ഞാൻ മാറ്റാൻ ശ്രമിക്കാമെന്നാണ് വേടൻ പറഞ്ഞത്. വേടന് മനസ്സിലായതുകൊണ്ടാണ്, ചെയ്ത തെറ്റ് മനസ്സിലായതുകൊണ്ടാണ് കുറ്റം പറഞ്ഞതും ഇങ്ങനെ ചെയ്യരുതെന്ന് കുട്ടികളുടെ അടുത്തൊക്കെ പറയാൻ ആ ഒരു മീഡിയയിലൂടെ ശ്രമിച്ചതും. പക്ഷേ ഇപ്പോൾ അനുമോളുടെ അടുത്ത് ഇതേ കണക്ക് ചോദിച്ച സമയത്താണ് അതിനെന്തോ കുഴപ്പമെന്താ, ഞാൻ വേടനെ സപ്പോർട്ട് ചെയ്യുക, ലഹരി ഉപയോഗിക്കുന്നതിന് എന്താ കുഴപ്പമൊന്നും. ഇത്രയും മീഡിയാസൊക്കെ വന്ന് ഇതേ കണക്ക് ചോദിക്കുന്ന സമയത്തൊന്ന് ചിന്തിച്ചിട്ട് സംസാരിക്കുക എന്നുള്ളൊരു ബോധം പോലും ഇല്ലേ എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് തോന്നിയത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ലഹരി ഉപയോഗിക്കുന്ന തെറ്റായത് കൊണ്ടല്ലേ ഇവിടെ കേസ് എടുക്കുന്ന ആൾക്കാരെ പിടിക്കുന്നത്, അതിനനുസരിച്ച് കേസും കാര്യങ്ങളൊക്കെ വരുന്നത്. ആ സമയത്ത് ഉപയോഗിക്കുന്നതിന് എന്താ കുഴപ്പം, അത് അവരുടെ ഇഷ്ടമല്ലേ എന്ന് പറയുന്ന നിയമം ഇവിടെ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. എല്ലാവരും അത് ഫോളോ ചെയ്യണം. ലഹരി ഉപയോഗിച്ച് എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെയാണ്, ആർക്കൊക്കെ എന്തൊക്കെയാണ് ഇഷ്യൂ വരുന്നത്, അവർക്ക് മാത്രമല്ല, ഇതുകൊണ്ട് ബാക്കിയുള്ളവരെ ഉപദ്രവിക്കുന്നവരെ നടന്നിട്ടുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്താണ് ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ആ സമയത്ത് അനുമോൾ ഒന്നും ചിന്തിക്കാതെ ചുമ്മാ പെട്ടെന്ന് എന്തോ അവരുടെ അടുത്ത് ഫസ്റ്റ് ചോദിച്ചു നിങ്ങൾ ആരെ കൂടാണ്, അനുമോളുടെ അടുത്ത് ചോദിച്ചത് നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യുന്നത് ചോദിച്ച സമയത്ത് ഇവർ തിരിച്ച് അനുമോൾ ചോദിക്കുകയാണ് നിങ്ങൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ വേടനെ എന്ന് പറഞ്ഞപ്പോൾ ഞാനും വേടനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, അത് ലഹരി ആരും മനഃപൂർവ്വം പിടിച്ച് ഉപയോഗിക്കാൻ പറയുന്നില്ല, അത് അവരവർ ഇഷ്ടമാണ് എന്നുള്ള കാര്യമൊക്കെ പറയുന്നത്. അത് അവരവർ ഇഷ്ടമാണെങ്കിൽ പോലും ഇൻഫ്ലുവൻസ് ആവുന്ന ഇതുപോലെ ഇവർ കണ്ടു വളരുന്ന ആൾക്കാർ ഇത് കണക്ക് ഉപയോഗിക്കുമ്പോഴത്തേന് ഇവർ ഉപയോഗിക്കുന്നുണ്ട്, നമുക്ക് ഉപയോഗിക്കാവുന്ന കുട്ടികൾ തുടങ്ങിക്കഴിഞ്ഞാൽ അത് വലിയ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇതുപോലെ ഇൻഫ്ലുവൻസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ ഇതൊക്കെ നോക്കിയും കണ്ടുകൊണ്ടും ചെയ്യണം. അത് വേടന് മനസ്സിലായി താൻ ചെയ്ത് തെറ്റാണെന്നുള്ളൊരു കാര്യം, അതുകൊണ്ട് ഇനി ഒരിക്കലും ചെയ്യില്ല, മാറ്റാൻ ശ്രമിക്കാമെന്നാണ് വേടൻ തന്നെ പറഞ്ഞത്. പക്ഷേ ഇത് അനുമോൾ ഇതൊന്നും മനസ്സിലാക്കാതെ അത് ഉപയോഗിക്കുന്നതിന് എന്തോ കുഴപ്പം, കുട്ടികളാണെങ്കിലും ഇതാണെങ്കിലും ഉപയോഗിക്കുന്നതിന് എന്തോ കുഴപ്പം, നമുക്ക് മാറ്റാൻ പറ്റുമെന്നൊക്കെ ഒരു സംസാരിക്കുമ്പോഴത്തേന് മിനിമം ഇതിനെപ്പറ്റിയൊക്കെ അറിഞ്ഞിട്ട് സംസാരിക്കുക എന്നുള്ളൊരു കാര്യം മെയിനായിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഇപ്പോൾ അനുമോളിന് തന്നെ അത് പ്രശ്നമാവും. അതിന് ഉപയോഗിക്കുന്നതിന് എന്തോ കുഴപ്പമൊന്നും, ഉപയോഗിക്കുന്നതിന് എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ ലീഗലി ഇവിടെ ഇഷ്യൂ ആണ്, അതുകൊണ്ടല്ലേ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഉപയോഗിക്കുന്ന കുഴപ്പം എന്തോ, അവരുടെ ഇഷ്ടം ഉണ്ടെങ്കിൽ ഉപയോഗിക്കുമെന്ന് പറയുന്നതൊക്കെ ഒരിക്കലും ശരിയായിട്ടുള്ള, അങ്ങനെ ഒന്നും ചിന്തിക്കാതെ പറയുന്ന ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അനുമോൾ അത് ചെയ്ത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അത് അനുമോൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. അതിന് ഉറപ്പായിട്ട് ചിലപ്പോൾ ഇനി ഇതിന് എക്സ്പ്ലനേഷനായിട്ട് വല്ല വീഡിയോസും വരുന്നതായിരിക്കും. എന്തായാലും അനുമോൾ ചെയ്ത തെറ്റ് മനസ്സിലാക്കണമെന്നാണ് നമ്മളെല്ലാവരും ചിന്തിക്കുന്നത്.